വളരെ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ നല്ല രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കുവാൻ വലിയവനാകുന്ന ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കെല്ലാം മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. അത്യധികം ഭയാനകമായ ആശങ്ക അനുദിനവും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ യേശു കർത്താവ് നൽകുന്ന ദിവ്യ സമാധാനത്താൽ ആ വലിയ പ്രത്യാശയാൽ നമുക്ക് അനുദിനം മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കുന്നു, ശക്തീകരിക്കുന്നു. ആ ദൈവത്തിന്റെ വലിയ കരുതലുകൾക്ക് സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. ഈ രാത്രിയിലും പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തിരുവചനം ധ്യാനത്തിനായി നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. തിരുവചന ധ്യാനത്തിനായി കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ഒരു വേദഭാഗം താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വചനം. എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തകരരുത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ധൈര്യത്തിന് ഒരു പ്രതിഫലമുണ്ടെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അത് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. എന്താണ് വാക്കിന്റെ അർത്ഥം? നമ്മുടെ എല്ലാം ഉള്ളിൽ ധൈര്യമുണ്ട്, അല്ലെ? അതിന് ഏറ്റക്കുറിച്ചിലുണ്ടെന്നേ ഉള്ളൂ. ചിലര് വലിയ ധൈര്യശാലികളുണ്ട്, ചിലർക്ക് ധൈര്യ കുറവുണ്ട്. എത്ര പേടിയുള്ളവർക്കാണേലും ധൈര്യത്തിന്റെ ഒരു ചെറിയ കാണി ഉള്ളിലുണ്ട്. എന്നാൽ ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പറയുക, നിങ്ങളുടെ ഉള്ളിലുള്ള ധൈര്യത്തിന് ഒരു മഹാപ്രതിഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് ഉപേക്ഷിച്ച് അത് തള്ളിക്കളയരുത്. എന്താണ് വാസ്തവത്തിൽ ധൈര്യം എന്ന് പറയുന്നത്? ലോകപ്രകാരം നാം ചിന്തിക്കുകയാണെങ്കിൽ ധൈര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ തന്റെ ഇടം കാണിക്കുന്നതിനെ ധൈര്യമായി പലരും ചിത്രീകരിക്കാറുണ്ട്. ആരെങ്കിലും ആരാണെന്ന് ചോദിച്ചാൽ തിരിച്ചെന്താണ് എന്ന് ചോദിക്കുന്നു. ഉരുളക്കുപ്പേരി പോലെ ഒരു വാക്ക് പറയുമ്പോൾ 9 തിരിച്ചു പറയുന്നു, നല്ല പ്രത്യുത്തരം പറയുന്നു. ഇതൊക്കെയാണ് ലോകത്തിന്റെ ദൃഷ്ടിയിലുള്ള ധൈര്യം. അങ്ങനെ പ്രതികരിക്കുന്നവരെ, പ്രവർത്തിക്കുന്നവരെ ധൈര്യശാലികളെന്ന് ലോകം വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെന്താണ് ധൈര്യം? അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, സാഹസിക പ്രവൃത്തികൾ. എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ, അറച്ചു നിൽക്കുമ്പോൾ ചെയ്യാൻ മടി കാണിച്ച് ചില പ്രവൃത്തികൾ ചെയ്യാൻ ഒരു പുറകോട്ട് പിന്മാറുമ്പോൾ ധൈര്യത്തോടെ എല്ലാവർക്കും അമ്പരപ്പുളവാക്കുന്ന തരത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുന്ന, ചില അമാനുഷികമായിട്ടുള്ള ചില പ്രവൃത്തികൾ ചെയ്യുന്നവരെ ധൈര്യശാലികളെന്ന് ലോകം വിശേഷിപ്പിക്കാറുണ്ട്. വാസ്തവത്തിലാണോ ധൈര്യം? എന്റെ അഭിപ്രായമല്ല, മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ സാഹസിക കാര്യങ്ങൾ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ അവര് പറയുന്നത് അവർ നല്ല നോർമൽ അല്ലെന്നാണ്. സ്ഥിരബുദ്ധിയിൽ എന്തൊക്കെയോ ചില ഏറ്റക്കുറച്ചിലുള്ള ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ കാര്യവിചാരകത്വം, വീണ്ടും വിചാരമില്ലാത്തത് കൊണ്ടാ ഇങ്ങനെയുള്ള പല പ്രവൃത്തികളും ചെയ്യുവാൻ അവർ മുതിരുന്നത്. അപ്പൊ ലോകത്തിന്റെ ദൃഷ്ടിയിലുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഇതാ: ആരെയും കുസ്സത വകവയ്ക്കാതെ തന്റേടികളായി നടക്കുന്നത്, മാനുഷിക കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് ധൈര്യം. എന്നാൽ ദൈവവചനത്തിലേക്ക് നാം വരുമ്പോൾ ധൈര്യത്തിന്റെ വിശകലനങ്ങളോ വിശേഷണങ്ങളോ ഈ പറയപ്പെട്ടവയൊന്നുമല്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധൈര്യം എന്ന് പറയുന്നത് അതിജീവനമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ പ്രശ്നങ്ങളെയും പ്രതിസന്ധി സധൈര്യം നേരിടുവാൻ ഉള്ള ഒരു കഴിവ്, ഒരു ശേഷിയാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധൈര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വരുന്നത് എനിക്കറിയില്ല. എന്താണ് പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോഭാവം? ചിലപ്പോൾ ലോകത്തിൽ വലിയ ധൈര്യശാലികൾ എന്നൊക്കെ സകലരും വിശേഷിച്ചവർ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കാറുണ്ട്. അവർ എല്ലാവരും അകന്നു മാറി മാളത്തിൽ പോലെയുള്ള അനുഭവങ്ങളിലേക്ക് പോകാറുണ്ട്. പ്രശ്നങ്ങളെ സധൈര്യം നേരിടുവാൻ കഴിയാതെ, പ്രശ്നങ്ങളിൽ അവര് അതിനെ സമീപിക്കുമ്പോൾ തന്നെ അവരുടെ എല്ലാ ധൈര്യവും
ശേഷിയും നഷ്ടപ്പെട്ട് ഭീരുക്കളായി പെട്ടെന്ന് തീരുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു ഭക്തനായ ഒരു ദൈവ പൈതൽ, ആത്മശക്തി അകത്ത് വഹിക്കുന്നവൻ, ക്രിസ്തു യേശുവിൽ പ്രത്യാശയുള്ളവൻ പ്രശ്നങ്ങൾ ഓടി ഒളിക്കത്തില്ല. ആ പ്രശ്നങ്ങളെ മറികടക്കുവാൻ അവന്റെ മേൽ കാത്ത ഒരു ബലം വരും. ഇത് മസിൽ പവർ കൊണ്ടുണ്ടാകുന്ന ധൈര്യമല്ല, ദൈവാശ്രയം ലഭിക്കുന്ന ഒരു പ്രത്യേക കരുത്തിനെയാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധൈര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എബ്രായത്തിൽ നമ്മൾ ആ വാക്യം എന്താ കാണുന്നത്? അതുകൊണ്ട് ഭാരമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ യേശുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. യേശുവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്നപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം ഈ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുവാൻ തുടങ്ങി. സ്തോത്രം. പഴയ നിയമ കാലഘട്ടങ്ങളിലെല്ലാം മനുഷ്യർ ദൈവ ഭയന്നു. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ ഭയപ്പെട്ടിരുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം സവിസ്തരം അതിനെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദൈവത്തിന്റെ പ്രത്യക്ഷത അവർക്ക് ഭയമുളവാക്കുന്നതായിരുന്നു. ഒരു മൃഗമെങ്കിലും ആ പർവ്വതത്തിന്റെ അടിവാരം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാ. ഞാനും അത്യന്തം പേടിക്കുന്നു എന്നാണ് പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയും പറയുന്നത്. ഇതുപോലെ ഭയത്തോടെ ദൈവത്തെ സമീപിച്ചിരുന്ന ഘട്ടത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി രണ്ടായി ചിന്തപ്പെട്ടു. നമ്മളെ കർത്താവ് ജീവനുള്ള പുതുവഴിയായി കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവിങ്കലേക്ക് അടുപ്പിച്ചു. നമുക്ക് സമയഭേദമന്യേ കൃപാസിംഹാസനത്തോളം അടുത്ത് വരുന്ന അപ്പോ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സുബോധത്തിന്റെ ആത്മാവിനെ, ധൈര്യത്തിന്റെ ആത്മാവിനെയാണ് കർത്താവ് നമ്മുടെ മേൽ പകരുവാനിടയായത്. അതുകൊണ്ടാണ് തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല നിങ്ങളുടെ മേൽ പകർന്നത്, മറിച്ച് ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്. ഒരുപക്ഷെ ലോകപ്രകാരം വലിയ ഭീരുക്കളെന്ന് തോന്നിയവർ പോലും കർത്താവ് യേശുവിന്റെ ജീവൻ അവരുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവർ ധൈര്യശാലികളായി മാറി. എന്താണ് ധൈര്യം? നേരത്തെ പറഞ്ഞ പോലെ അതിസാഹസിക ചെയ്യാൻ അവർ ഒരുപക്ഷെ മുതിരത്തില്ല. ഇങ്ങോട്ട് വരുന്നവരോട് തിരിച്ച് മറുപടി പറയുവാനോ തർക്കുത്തരം പറയുവാനോ നേരിടാനോ ഒരു പക്ഷേ അവർ തയ്യാറാകത്തില്ല. അതൊക്കെ പരിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനോടുള്ള സമീപനത്തിൽ, അവരുടെ മനോഭാവത്തിലാണ് വലിയ വ്യതിയാനങ്ങൾ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരാം, വരത്തില്ല നല്ല വരാം, നിശ്ചയമായി വരും. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. കണ്ടോ, യേശു പറയാ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ എന്താണ്? ധൈര്യപ്പെടണം. ധൈര്യപ്പെടും, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. എങ്ങനെയാണ് ലോകത്തെ ജയിച്ചത്? യോഹന്നാന്റെ ലേഖനത്തിൽ പറയുക, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. അപ്പൊ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ദൈവാശ്രയത്താൽ പ്രതിസന്ധികളെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ആമേൻ. പ്രശ്നങ്ങളിൽ ഒരു ഭക്തൻ ഒരിക്കലും തോറ്റു പിന്മാറത്തില്ല. പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്കകത്ത് അവൻ തകർന്നു പോകത്തില്ല. അതിനെ മറികടന്നോടുവാൻ ആവശ്യമായ ഒരു ദൈവിക വിശ്വാസത്താൽ ഒരു ഭക്തന്റെ അകത്ത് വെളിപ്പാനിടയായിത്തീരും. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. ആമേൻ. ഈ വാക്യത്തിന്റെ കുറച്ചുകൂടെ ആഴമായ അർത്ഥങ്ങളിലേക്ക്, വിശകലനങ്ങളിലേക്ക് പോകുവാൻ ഒരു ദൃഷ്ടാന്തം വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 32-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു ധൈര്യത്തോടുകൂടെയുള്ള, പ്രശ്നമായ ധൈര്യത്തോടെ സമീപിക്കുന്ന ഒരു ഭക്തന്റെ ക്ലിയർ പിക്ചർ അവിടെ കാണുവാൻ കഴിയും. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ വാക്യം, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ, അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കും. ആരുടെ വാക്കാ? യഹൂദ രാജാവായ യെഹെസ്കിയാവിന്റെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങൾ ഉറപ്പുള്ളവരാകണം, ധൈര്യമുള്ളവരാകണം. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സൈന്യത്തെയും നിങ്ങൾ ഭയപ്പെടരുത്. ഇത് പറയാനുള്ള സാഹചര്യം എന്താ? പട്ടുമത്തയിൽ യെഹെസ്കിയാവ് പറഞ്ഞത്,
സകല സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ, അവിടെ രാജ്യത്തിന്റെ എല്ലാ പരിസ്ഥിതികളും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല രാജാവ് എന്ന് പറയുന്നത്. അത്യന്തം ഭയാനകമായ ഭീതിജനകമായ ഒരന്തരീക്ഷം ആ രാജ്യം ഒന്നടങ്കം യാത്ര ചെയ്യുമ്പോൾ ഭക്തനായ ദൈവപുരുഷനായ യെഹസ്കിയാവ് പറയുക, ഉറപ്പുള്ളവരാകണം, നിങ്ങൾ ധൈര്യമുള്ളവരാകണം. അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് വേഗത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ വാക്യം 32-ാം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു, ഈ കാര്യങ്ങളും വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവായ സൻഹേരീബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെയും നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ അശ്ശൂർ രാജാവായ സൻഹേരീബ് പദ്ധതി ഇട്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ. ആമേൻ. അശ്ശൂർ രാജാവ് യഹൂദയുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ശക്തിമത്തായ ഒരു രാജ്യത്വമാണ്, ഒരു സൈന്യശേഷിയുള്ള ഒന്നാണ് അശ്ശൂർ രാജാവും തന്റെ രാജ്യവും. ഇസ്രായേലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സ്തോത്രം. ശലോമോന്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ അടങ്ങുന്ന ഇസ്രായേലും 2 ഗോത്രങ്ങൾ മാത്രമുള്ള യഹൂദയും എന്ന 2 രാജ്യങ്ങൾ. ഇവിടെ ഇസ്രായേലിനോടല്ല അശ്ശൂർ രാജാവ് എതിരിടാൻ വരുന്നത്. യഹൂദ എന്ന് പറയുന്ന വളരെ എണ്ണത്തിൽ കുറവായ, അംഗബലമില്ലാത്ത, സൈന്യശേഷിയില്ലാത്ത വെറും 2 ഗോത്രങ്ങൾ മാത്രമുള്ള യഹൂദ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തെ ആക്രമിക്കുവാൻ സൻഹേരീബ് എന്ന അശ്ശൂർ രാജാവിന്റെ നേതൃത്വത്തിൽ സകല സൈന്യ സമേതം അവർ വരികയാണ്. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ യെഹസ്കിയാവിന്റെ മനോഭാവം നോക്കിക്കേ. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് കാണാൻ കഴിയുന്നു. എന്താണ് യെഹസ്കിയാവ് ചെയ്തത്? സൻഹേരീബ് വന്ന് യെരൂശലേമിനെ ആക്രമിക്കുവാൻ ഭാവിക്കുന്നു എന്ന് യെഹസ്കിയാവ് കണ്ടു. സ്തോത്രം. അത് കാണാൻ വേണ്ടി റഡാർ സംവിധാനങ്ങളില്ല. ചാരപ്രവർത്തികൾ ചെയ്യുന്ന ഇന്നത്തെ പോലെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല. സ്തോത്രം. ഞാനിങ്ങനെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നു, ഭക്തനായ ദൈവപുരുഷന്റെ പ്രാർത്ഥനാ മുറിയിൽ അവനെതിരെയുള്ള അണിയറ പ്രവർത്തനങ്ങളെ ദൈവാത്മാവിന് ബോധ്യം കൊടുത്തു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒന്നിനെയും ഭയപ്പെട്ട, നിങ്ങൾക്കെതിരെ ശത്രു ഏത് കരുക്കൾ നീക്കിയാലും, നിന്നെ തകർക്കാൻ വേണ്ടി പിശാച് ഏത് പദ്ധതി മെനഞ്ഞാലും, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന്റെ പ്രാർത്ഥനാ റൂമിൽ ദൈവം അതവന് മുൻകൂട്ടി അറിവ് കൊടുക്കും. ആമേൻ. പ്രാർത്ഥിച്ച് ചിലതിനെ മറികടക്കാൻ ആവശ്യമായ ധൈര്യം പ്രാർത്ഥനാ റൂമുകളിൽ സംഭരിക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ആലോചന പറയുന്നു. വിശ്വസിക്കുന്നവർ ഈ വചനം സ്വീകരിച്ച് പ്രാർത്ഥനാ റൂമിൽ കർത്താവുമായിട്ടുള്ള സമയം വിളിക്കാൻ തയ്യാറാകട്ടെ. നിനക്കെതിരെയുള്ള ശത്രുവിന്റെ അണിയറ പ്രവർത്തനങ്ങളെ ഒരു TV സ്ക്രീനിൽ ഡിസ്പ്ലേ ആകുന്നതുപോലെ വെളിപ്പെടുത്തി നൽകാൻ പോകുകയാണ്. സ്തോത്രം. യെഹസ്കിയാവ് കാണുന്ന കാഴ്ച, അശ്ശൂർ തന്റെ സകല സൈന്യവും വന്ന യഹൂദ എന്ന തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുവാൻ വേണ്ടി അവർ പദ്ധതി വേണ്ടി ഒരുങ്ങുന്നു, ചട്ടവട്ടങ്ങൾ കൂട്ടുന്നു. അടുത്ത വാക്യം, പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന് തന്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു. നോക്കിക്കേ. സ്തോത്രം. അശ്ശൂർ രാജാവ് ആക്രമിച്ചു കീഴ്പ്പെടുത്തുവാൻ വേണ്ടി പദ്ധതിയിട്ടു, ചില ഒരുക്കങ്ങൾ നടത്തുന്നു. യെഹസ്കിയാവ് കണ്ടപ്പോൾ താരതമ്യേന അശ്ശൂർ രാജാവ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ശക്തി കുറവുള്ള, സൈന്യശേഷി കുറവുള്ള, അംഗബലമില്ലാത്ത, കായിക ശേഷിയില്ലാത്ത ഈ രാജാവ് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഒരു ശക്തിമത്തായ രാജാവും തന്റെ സൈന്യവും ഒരു ബലഹീനമായ രാജ്യത്തെ ആക്രമിക്കാൻ ഇവർ ചില സന്ധി സംഭാഷണങ്ങൾ, അടിയറവ് പറയും. ഞങ്ങളെ ദയവായി അടിമകളാക്കി കൊണ്ടുപോയിക്കോ,
ഞങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തരുത്, ഞങ്ങളെ അപഹരിക്കരുത്, ഞങ്ങൾ അടിമകളായിക്കൊള്ളാം. രാജാവേ എന്ന് പറഞ്ഞ് അടി പ്രവണതയുണ്ട്. വാസ്തവത്തിൽ യെഹെസ്കേൽ ഇതിലെ ചെയ്യേണ്ടത്. യെഹെസ്കേലിന്റെ അംഗസംഖ്യയും അവരുടെ ആൾക്കാരും ഒക്കെ നോക്കിയല്ലേ യെഹെസ്കേൽ ചെയ്യേണ്ട പ്രവൃത്തി. പക്ഷേ അശ്ശൂർ രാജാവിന്റെ പ്രവൃത്തി കണ്ട് യെഹെസ്കേൽ മാളത്തിലൊളിച്ചെന്നല്ല, അവൻ രാജ്യം വിട്ട് ഓടിയെന്നല്ല, അവൻ എനിക്കിതിനെ നേരിടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഭയത്തോടെ പിന്മാറിയെന്നല്ല. സ്തോത്രം. അവൻ തന്റെ ദേശത്തിലെ വീരന്മാരോടും പ്രഭുക്കന്മാരോടും ആലോചന കഴിച്ചു. പെട്ടെന്ന് അടിയന്തരമായി ഒരു കോൺഫറൻസ് വിളിച്ചുകൂടി പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചു. നമ്മൾ ഈ യുദ്ധത്തെ ധൈര്യപൂർവ്വം നേരിടും, നമ്മൾ ഭയക്കാനുള്ളവരല്ല. പക്ഷെങ്കിൽ രാജാവിന്റെ ഉപദേശകന്മാര് ചോദിച്ചു കാണും, അല്ലയോ രാജാവെ, അങ്ങ് എന്തു ഭാവിച്ചോണ്ടാ? നമ്മുടെ ബലം എന്താ നമുക്കറിയാം, നമ്മുടെ പടക്കോപ്പുകളോ നമ്മുടെ ആയുധങ്ങളോ ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. അശ്ശൂർ രാജാവിന്റെ സൈന്യശേഷിയുമായി നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കിയാൽ നമ്മൾ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവം പ്രവർത്തിക്കാം. അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ചെന്ന് നമുക്ക് ഒരു അടിയറവ് പറയാം, നമ്മളെ ജീവനോടെ അവൻ രക്ഷിക്കുമായിരിക്കും. ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ വീരന്മാരോടും പ്രഭുക്കന്മാരോടും ഒക്കെ ആലോചന കഴിച്ചപ്പോൾ യെഹെസ്കേലിന് കിട്ടിക്കാണും. പക്ഷേ അവന്റെ അകത്ത് ആത്മാവിനാൽ വെളിപ്പെട്ട ധൈര്യമുണ്ട്. അതുകൊണ്ട് യെഹെസ്കേൽ നെഗറ്റീവ് ശബ്ദങ്ങൾക്കൊന്നും കാതോർത്തില്ല. അവൻ ധൈര്യത്തോടെ ചില പ്രവർത്തികൾ ചെയ്യാൻ തയ്യാറാകിയ. സ്തോത്രം. അവൻ ആദ്യം പറഞ്ഞു, നമുക്ക് ഈ വെള്ളം, ഈ ഉറവുകൾ, ഈ തോടുകളെല്ലാം അടച്ചു കളയാം. ആ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ സമൃദ്ധിയുടെ ലക്ഷണമാണ് കിണറുകൾ, തോടുകൾ, ഉറവകൾ. നമുക്ക് ഇസഹാക്കിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ഓരോ കിണറുകൾ കുഴിക്കുകയും ശത്രുക്കൾ വന്ന് അതിനെ മൂടിക്കളയുകയും പിന്നെയും കിണർ കുഴിക്കുന്നു. അപ്പൊ പഴയ നിയമ കാലഘട്ടത്തിൽ ആ യഹൂദ ഇസ്രായേൽ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഈ കിണർ, വെള്ളം, തോട് എന്നൊക്കെ പറയുന്നത് ഒരു ബലപുഷ്ടിയുടെ, ഒരു സമൃദ്ധിയുടെ ലക്ഷണമാണ്. സ്തോത്രം. അപ്പോൾ ആദ്യം ഇവ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി തോടുകളെ അടയ്ക്കുക. ആമേൻ. വെള്ളം അതിനാലോചന കഴിച്ചു. സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് വേഗത്തിൽ വരാം. അവർ അവനെ സഹായിച്ചു. ആര്? പ്രഭുക്കന്മാരും വീരന്മാരും സഹായിച്ചു. എങ്ങനെ സഹായിച്ചു? പ്രതിസന്ധി വന്നപ്പോൾ യെഹെസ്കേൽ അയ്യോ എന്നെ കൊണ്ടത് കഴിയത്തില്ല എന്ന് പറഞ്ഞ് തന്റെ ധൈര്യം ചോർത്തിക്കളയുന്ന ഒരു വാക്കും അവരുരിയാടിയില്ല. രാജാവിന്റെ ധൈര്യം കണ്ടപ്പോൾ പ്രഭുക്കന്മാർക്കും വീരന്മാർക്കും ഒരു ബലമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേട്ട ലീഡേഴ്സിനോട്, പാസ്റ്റേഴ്സിനോട്, ഏതെങ്കിലും നേതൃത്വത്തിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്ക് പറയരുതേ. ക്ഷീണിക്കുന്ന, ഭയക്കുന്ന, ആമേൻ, ആരുടെ വിശ്വാസം ചോർത്തിക്കുന്ന ഒന്നും പറയരുത്. കാരണം നിങ്ങളുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഒറ്റ വാക്ക് മതി, ആമേൻ, ചിലരുടെ ജീവനെ ഒന്ന് രക്ഷിക്കാൻ. സ്തോത്രം. ഈ വാക്ക് കേട്ട് അവരെല്ലാം തയ്യാറായി, അവരവനെ സഹായിച്ചു. ആമേൻ. ഇനി അടുത്തൊരു പ്രവർത്തിക്കാൻ അവർ തയ്യാറാക്കി. അടുത്ത വാക്യത്തിൽ അതുകൊണ്ട് അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി. വളരെ ജനം ഒന്നിച്ചുകൂടാനുള്ള കാരണം എന്താ? പ്രഭുക്കന്മാരോടും വീരന്മാരോടും യെഹെസ്കേൽ ആലോചന കഴിച്ചപ്പോൾ, ആമേൻ, അവരുടെ അകത്ത് ധൈര്യം ഇവൻ പകർന്നപ്പോൾ അവരുടെ വാക്കുകൾ വളരെ ജനത്തെ ആകർഷിച്ചു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ, ധൈര്യം ചോർത്തിക്കളയുന്ന പരിതസ്ഥിതികൾ നിന്റെ പുറകിൽ ആമേൻ നാല് ഭാഗത്തും വന്ന് ആജ്ഞടിക്കുമ്പോൾ അതിന്റെ നടുവിലും ധൈര്യത്തിന് ചില വാക്കുകൾ വിശ്വാസം തയ്യാറായാൽ വളരെ ജനം നിന്റെ കൂടെ അണിനിരക്കാൻ പോകുകയാണ്. ഇനി ഒരു നല്ല കാലം വരത്തില്ല, ഇനി ഒരു ശുഭഭാവി വരത്തില്ല, ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും. നെഗറ്റീവ് വാക്കുകൾ പറയുന്ന 10,000ങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറയുവാൻ അഭിഷിക്തന് നീ തയ്യാറാണോ? നിന്നോടുകൂടെ വളരെ ജനം കാന്തം ആകർഷിക്കുന്നത് പോലെ നിന്നോട് ചേർന്ന് വരാൻ പോകുകയാണ്. വളരെ ജനം വന്നു. സ്വന്തം അവർ അശ്ശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം. നമ്മുടെ സമൃദ്ധി എന്തിനാ കാണുന്നത്?
എന്തിനെ എന്ന് പറഞ്ഞ് എന്തിന് എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടിയോ ദേശത്തിന്റെ നടുവിൽ കൂടെ തോടും അടച്ചു കളഞ്ഞു. സ്തോത്രം. യെഹസ്കിയാവെന്ന ഒരു മനുഷ്യൻ ധൈര്യത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ധൈര്യത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ തയ്യാറായപ്പോൾ നോക്കണമേ, അവിടെ ഒരു കൂട്ടം എഴുന്നേറ്റു. ജീസസ്. ഇന്ന് രാത്രി പരിശുദ്ധന്മാരൊക്കെ പറയുന്നു, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നീ ഒതുങ്ങാനല്ല, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആമേൻ നീ മാളത്തിൽ ഒളിക്കുന്ന പോലെ ഈ ഒരു പ്രത്യേക പാൻഡമിക് സിറ്റുവേഷനിൽ ആമേൻ ഉൾവലിയാനല്ല, ധൈര്യത്തിന്റെ വാക്കുകൾ പറഞ്ഞ് പുറത്തോട്ട് വാ, വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് പുറത്തേക്ക് വാ. ആമേൻ നിന്റെ കൂടെ ആയിരങ്ങൾ അണിനിരക്കും. ചില പ്രവർത്തികൾക്ക് വേണ്ടി ഒരു കൂട്ടം വന്ന് എന്തിനാ ശത്രു രാജാവ് വന്ന് നമ്മുടെ സമൃദ്ധി കാണുന്നത് എന്ന് പറഞ്ഞ് അവർ എല്ലാ ഉറവുകളും അടച്ചു കളഞ്ഞു. ഒരുവൻ ധൈര്യപ്പെട്ടപ്പോൾ അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ധൈര്യത്തിന്റെ വാക്ക് പറഞ്ഞ് ഒന്ന് സ്വയം ബലപ്പെടാമോ, ഒന്ന് സ്വയം ധൈര്യപ്പെടാമോ? സ്തോത്രം. നിന്നോട് കൂടെ ദൈവം ചിലരെ അണിനിരത്തും. ആമേൻ. വേഗത്തിൽ മുന്നോട്ട് പോകാം. സ്തോത്രം. അടുത്ത വാക്ക്, അവർ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലൊക്കെ. ആദ്യം ഒരുത്തനാണ് ധൈര്യപ്പെട്ടെ. ആദ്യം യെഹസ്കിയാവെന്ന് പറഞ്ഞ ഒരുവൻ ധൈര്യപ്പെട്ടു. ഒരുവൻ ധൈര്യപ്പെട്ടപ്പോൾ പ്രഭുക്കന്മാരും വീരന്മാരും ധൈര്യപ്പെട്ടു. അവർ ധൈര്യപ്പെട്ടപ്പോൾ ഇപ്പോൾ വലിയ പുരുഷാരം ധൈര്യപ്പെട്ടു. അപ്പോൾ വലിയ ജനസമുദ്രമായി അവർ ചില പ്രവർത്തികൾക്ക് മുതിരുകയാണ്. ആമേൻ. അവർ ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു. സ്തോത്രം. ഇടിഞ്ഞു കിടക്കുന്ന മതിൽ യെഹസ്കിയാവ് പണിതു. നമുക്ക് ചോദിക്കാം, യെഹസ്കിയാവേ, ശത്രു സൈന്യം വന്ന് ചുറ്റും തമ്പടിച്ചിരിക്കുമ്പോൾ നീ എന്തിനായി ഇങ്ങനെ പണി ചെയ്യുന്നേ? ഇടിഞ്ഞു കിടക്കുന്ന മതിൽ ശത്രുവിന് ഓടി എളുപ്പമായി. യെഹസ്കിയാവ് മറുപടി പറയുന്നു, അതുകൊണ്ട് മതിൽ ഉയർത്തത്തിൽ പൊക്കിപ്പണിതാൽ ശത്രുവിന്റെ സൈന്യത്തിന് ഇങ്ങോട്ട് ഓടിക്കയറാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് നടുവിൽ. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും മതിലിടി കിടക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും മതിലിടി കിടക്കുന്നുണ്ടോ? ഇന്ന് രാത്രി പണിയാൻ തയ്യാറാകാം. സ്തോത്രം. സംഹാരകൻ വന്ന് നിന്നെ കീഴ്പ്പെടുത്താതിരിക്കേണ്ടതിനെ കോട്ട കാത്തുകൊള്ളുക എന്ന് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകുന്ന പോലെ ചില കോട്ട കൊത്തളങ്ങൾ ഇന്ന് രാത്രി ഉറപ്പോടെ പണിതുയർത്തുവാൻ, ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിയുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. സാഹചര്യങ്ങളിൽ ഒരുപക്ഷെങ്കിൽ മതിൽ ഇടിഞ്ഞു പോയി കാണാം. ബന്ധങ്ങളിൽ, ദൈവ ബന്ധത്തിൽ, മനുഷ്യ ബന്ധത്തിൽ ഇടിവുകൾ സംഭവിച്ചു കാണാം. പ്രാർത്ഥനാ ജീവിതമാകുന്ന മതിൽ ഇടിഞ്ഞോ? കൂട്ടായ്മയുടെ മതിൽ ഇടിഞ്ഞോ? ഫലമായിട്ട് ഒന്നിച്ചു കൂടി വന്ന് ആരാധിക്കാനൊന്നും കഴിയാത്ത പ്രത്യേക സാഹചര്യം. ഇതുപോലെ ഓൺലൈൻ മീറ്റിങ്ങുകൾ, സൂം മീറ്റിങ്ങുകളൊക്കെയാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. പോലും അലക്ഷ്യമായി വിചാരിക്കുന്നു. ദൈവവചനം സുലഭമായ അനേകരിലേക്ക് എത്തുമ്പോഴും അതിനെ വേണ്ടുന്ന രീതിയിൽ സ്വീകരിക്കാൻ കഴിയാതെ ദൈവവചന കേൾവിക്ക് വിമുക്തത കാണിക്കുന്ന ഒരു കൂട്ടം, പ്രാർത്ഥനയ്ക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ സമയം ഉണ്ടായിട്ടും അതിന് വേർതിരിയാതെ അതിന് ആമേൻ വിമുക്തത കാണിക്കുന്ന ഒരു കൂട്ടം. മതിലിടിഞ്ഞോ? പ്രാർത്ഥനയുടെ മതിലിടിഞ്ഞോ? ആരാധന മതിലിടിഞ്ഞോ? കൂട്ടായ്മയുടെ മതിലിടിഞ്ഞോ? വചനത്തോടുള്ള സമീപനത്തിൽ നിങ്ങളുടെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണോ? ദൈവമായുള്ള ബന്ധത്തിൽ, വിശ്വാസത്തിൽ, ദൈവാശ്രയത്തിൽ നിങ്ങളുടെ മതിൽ ഇടിഞ്ഞോ? സ്തോത്രം. ഇന്ന് രാത്രി ഒരു മടങ്ങിയവരാണ് എത്ര പേർ തയ്യാറുണ്ട്? ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാൻ എത്ര പേർ തയ്യാറുണ്ട്? മതിൽ ഇടിഞ്ഞാൽ എന്താ കുഴപ്പം? ശത്രു ഈസിയാക്കി കയറി വരാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി വ്യക്തമായ മതിൽക്കെട്ടുകൾ പൊക്കിക്കെട്ട് ശുദ്ധാത്മാവാരോടൊക്കെ ഈ വചനത്തിലൂടെ ഇന്ന് രാത്രി സംസാരിക്കുകയാണ്. നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ടാലും സ്തോത്രം, ഇന്ന് രാത്രി എനിക്ക് വാസ്തവമായിട്ട് അറിയാം ഈ വചനം നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ലിവിംഗ് റൂമിലേക്ക്, നിങ്ങളുടെ ബെഡ്റൂമിലേക്ക്, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ പിന്നീടായിരിക്കാം നിങ്ങൾ ഇത് കാണുന്നത്, കേൾക്കുന്നത്. ആമേൻ. നിങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ ഈ വചനം ഇന്ന് രാത്രി ശക്തിയായി വ്യാപരിക്കുന്നു. ഇടിഞ്ഞു കിടക്കുന്ന മതിൽക്കെട്ടുകൾ പണിയാം. ഇടിഞ്ഞു കിടക്കുന്ന മതിൽക്കെട്ടുകൾ ഒന്ന് പൊക്കിക്കെട്ടുവാൻ സ്തോത്രം. എത്ര പേര് രാത്രി തയ്യാറുണ്ട്? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമല്ല, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ഇടിഞ്ഞു പോയോ? സഹോദര ബന്ധത്തിൽ, ഭാര്യ ബന്ധത്തിൽ, മക്കളപ്പൻ ബന്ധത്തിൽ, അയൽവാസികളുമായി,
സഭയിലെ സഹവിശ്വാസികളുമായി ശുശ്രൂഷകന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഏതുമാകട്ടെ ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് അങ്ങനെ ഇടിഞ്ഞു കട മുൻപോട്ട് ആ ഇടിവുകളെ ഒന്ന് ചേർത്ത് പണിയുവാൻ, ആ ഇടിഞ്ഞു കിടക്കുന്ന അമതിക്കെട്ടുകളെ ഒരു ഗ്യാപ്പുമില്ലാത്ത രീതിയിൽ പണിതുയർത്തുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാരുടെ ആലോചന പറയുന്നു. യെഹെസ്കേലിന്റെ പ്രവൃത്തി, അവൻ മതിൽ പണിതു. ജഗത്തിൽ മുൻപോട്ട് പോകാം. ആമേൻ. അടുത്തത് അവൻ ഗോപുരങ്ങൾ പണിതു. സ്തോത്രം. അടുത്തത് മില്ലോ പണിതു. ആമേൻ. വായിച്ചേ. അവർ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു, ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി. കണ്ടോ, രണ്ട് മതിലാണ്. ടൈറ്റ് സെക്യൂരിറ്റി ചെയ്യുക. ആമേൻ. പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി. ദാവീദിന്റെ നഗരത്തിലെ മില്ലോവിന്റെ കേടും പോക്കി. കേടുകളെ പോക്കി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാരോടൊക്കെ പറയുന്നു, ചില കേടുകളെ പോകണം. ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയുമ്പോൾ എവിടെയൊക്കെ കേട് വന്നു, ചില മേഖലകളിൽ കേട് വന്നെങ്കിൽ അത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാകാം, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലാകാം. കേടുകൾ പോക്കുക. സ്തോത്രം. താഴ്ന്നു കൊടുക്കേണ്ട സ്ഥാനത്തൊന്ന് താഴ്ന്നു കൊടുക്കുക. സമർപ്പിക്കേണ്ട സാഹചര്യം സമർപ്പിക്കുക. ആമേ. ചിലപ്പോൾ തുടുക്കത്തിൽ പ്രത്യുത്തരം പറയുവാൻ വെമ്പൽ കൊള്ളുന്ന അവസ്ഥകൾ വരും. അവിടെ ഒന്ന് ശാന്തമായിരിക്കുക. ആമേ. കേടുപൊക്കുവാൻ ഇന്ന് രാത്രി ദൈവാത്മാ മുന്നറിയിപ്പ് നൽകുന്നു. കേടുപൊക്കി അനവധി കുന്തവും പരിചയം ഉണ്ടാക്കി ചില പുതിയ മൂർച്ചയേറിയ ആയുധങ്ങളെ പണി കഴിപ്പിക്കുക. ആമേ. എന്തിനാ യെഹെസ്കേൽ ഇതൊക്കെ ചെയ്യുന്നത്? ശത്രു ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ ഭാവിച്ചിരിക്കുക. അവരിവിടെ വന്ന് പാളയം അടിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ മൂർച്ചയുള്ള ആയുധങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യത്തോടെ അവരെ നേരിടാം. ഇന്ന് രാത്രി ആയുധങ്ങൾക്കൊരു മൂർച്ചയുണ്ടാകട്ടെ. സ്തോത്രം. ഭക്തന് ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഒരു അഭിഷിക്തന്റെ ആയുധം നാവാണ്. സ്തോത്രം. നാവിന് ഇന്ന് രാത്രി ഒരു കരുത്ത് പരിശുദ്ധത പകരട്ടെ. നാവിന്റെ ഇന്ന് രാത്രി ഒരു ശക്തി പകരട്ടെ. ഓ ജീസസ്. എവിടെയോ ഉപയോഗിച്ച് മൂർച്ച കുറഞ്ഞു പോയോ? പ്രാർത്ഥനാ ജീവിതത്തിൽ കുഴഞ്ഞിരിക്കുകയാണോ? തളർന്നിരിക്കുകയാണോ? ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയുടെ ഒഴുക്കൻ മറ്റിലുള്ള ഒരു പ്രാർത്ഥനയുമായി, ഒരു ചടങ്ങുമായി മുന്നോട്ട് പോകരുതേ. ശത്രുവിനോട് ബലത്തോടെ നേരിടണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് അനിവാര്യമാണ്. പ്രാർത്ഥന ജീവിതത്തിന്റെ മൂർച്ച കൂട്ടുവാൻ, ഷാർപ്പൻ ചെയ്യുവാൻ ഇന്ന് രാത്രി ആത്മാവ് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്തോത്രം. ഒരു ഭക്തൻ എന്തു പറയുന്നുവോ അത് സംഭവിക്കും. പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തോട് എന്ത് അപേക്ഷിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കും. അത് ദൈവത്തിന് വാഗ്ദത്തമാണ്. രണ്ട്, നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം പ്രാർത്ഥനയോടെ ഉരുവിടുമ്പോൾ നിങ്ങൾ പറയുന്നത് സംഭവിക്കും. ദൈവ വചനത്തിന്റെ സത്യമാണ്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ, ക്ഷണിച്ചിരിക്കുന്നവരെ ശക്തി പകരുവാൻ ഇന്ന് രാത്രി കർത്തങ്ങൾ ഉപയോഗിക്കുക. ആമേൻ. അവൻ അനവധി ജയം ഉണ്ടാക്കി. സ്തോത്രം. വാക്ക് അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു. അവരിൽ വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് സംസാരിച്ചു. ഹൃദ്യമായി സംസാരിക്കുന്ന ഒരവസ്ഥയിലാണോ നീ? നിന്റെ രാജ്യം അങ്ങനെ ഒരു അവസ്ഥയിലാണോ? അല്ല. പക്ഷെ ഹൃദ്യമായി സംസാരിച്ചു. ആശങ്കപ്പെടുത്തുന്ന, സൂക്ഷിച്ചോണേ, എന്തുവരെ ആക്രമണം എന്ന് അറിയത്തില്ല, സൻഹേരീബും സൈന്യമെന്ന് നമുക്ക് ചുറ്റും പാളയം അടിച്ചിരിക്കുകയാണ്, നമ്മുടെ കാര്യം എന്താവുന്ന ഒരു പിടിയില്ല, എനിക്ക് പരിമിതികളുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി അറിയാമല്ലോ. ഇതൊക്കെ വാസ്തവത്തിൽ പറയേണ്ടത്. പക്ഷെ ഇതൊന്നും പറയാതെ യെഹെസ്കേൽ ഹൃദ്യമായി സംസാരിച്ചു. പ്രതിസന്ധികളുടെ നടുവിൽ ഹൃദ്യമായി സംസാരിക്കണമെങ്കിൽ അഭിഷേകമുള്ളവരെ പറ്റത്തുള്ളൂ. ആമേൻ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നായി ആഞ്ഞടിക്കും. അതിന്റെ നടുവിൽ ആശ വാക്ക് പറയാനല്ല. ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ, എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വളരെ സമർത്ഥന. ഇത്രയുള്ള കാര്യത്തെ അവർ പേടിപ്പിക്കും. ഇല്ലാത്ത ടെൻഷൻ എല്ലാം കൂട്ടും. സ്തോത്രം.
യെഹസ്കേൽ ഇതെല്ലാം ചെയ്യാനുള്ള ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുന്നത്. പക്ഷേ അവരെല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ഹൃദ്യമായി സംസാരിച്ചു. ആമേൻ. ഒരു ദൈവവൈതൽ, ധൈര്യമുള്ളവർ, വിശ്വാസമുള്ളവർ ഏത് പ്രതിസന്ധി സാഹചര്യത്തിലും ആമേൻ അവർ ആശങ്കാകുലരാകത്തില്ല, ഭയത്തിന്റെ ഭീരുത്വത്തിന്റെ വാക്കുകൾ പറയത്തില്ല. അവർ ഹൃദ്യമായി സംസാരിക്കും. അവർ ഹൃദ്യമായി സംസാരിക്കും. വിശ്വാസത്തിന്റെ വാക്കുകൾ, ധൈര്യത്തിന്റെ വാക്കുകൾ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ വാക്കുകൾ പറയും. ഇത് പറയണമെങ്കിൽ ദൈവാശ്രയമുള്ള അഭിഷേകം അവർക്ക് കഴിയത്തുള്ളൂ. യെഹസ്കേൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഹൃദ്യമായി സംസാരിച്ചു. എന്താ പറഞ്ഞത്? ഉറപ്പും ധൈര്യമുള്ളവരെ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. അശ്ശൂർ രാജാവിനെയും അവരോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. അശ്ശൂർ രാജാവും സകല പുരുഷാരും ഒക്കെ അവിടെ ഉണ്ട്. പടക്കോപ്പും സൈന്യവും ഒക്കെ അവിടെ അണിനിരന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിലൊന്നും ഭയപ്പെടരുത്. അതിലൊന്നും കണ്ട നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭ്രമിക്കണ്ട. സ്തോത്രം. നിനക്ക് എവിടുന്ന് കിട്ടിയ ധൈര്യം? നിനക്ക് എവിടുന്ന് കിട്ടിയ ബലം? നിന്റെ ഉപദേശക സമിതിയിലുള്ള വിദഗ്ധന്മാർ പറഞ്ഞു തന്നോ? മന്ത്രിസഭയിലെ പ്രഭുക്കന്മാർ തന്ന വാക്കാണോ? അതൊന്നും പറയത്തില്ല. അവര് പറയും സൂക്ഷിച്ചോണം. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നില്ലേ? പുറത്തിറങ്ങരുത്, സാമൂഹ്യം പാലിക്കണം, മാസ്ക് ധരിക്കണം. ഇതൊക്കെ അനുസരിക്കേണ്ട കാര്യങ്ങളാ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ, ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ പറയത്തുള്ളൂ. പക്ഷെ ഇവിടെ നേരെ മറിച്ച് യെഹസ്കേൽ പറയുകയാണ്, കൃത്യമായി സംസാരിച്ചിട്ട് നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. സ്തോത്രം. അശ്ശൂർ രാജാവും അവന്റെ സൈന്യവും ഒക്കെ അവിടെയുണ്ട്. അവരെ ഒന്നും കണ്ട് ഭയപ്പെടേണ്ട, ഭ്രമിക്കരുത്. രാത്രി പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ എത്ര ഘനമേറിയത്, എത്ര ഘോരമേറിയത്, നിങ്ങളുടെ ജീവിത പടകിന് നേരെ ആജ്ഞടിക്കുമ്പോഴും അകത്ത് അഭിഷേകമുള്ള ധൈര്യമുള്ള ദൈവകുഞ്ഞുങ്ങൾ അതിന് നടുവിൽ ഹൃദ്യമായി സംസാരിക്കും. ഹാലലൂയ. അവർ സന്തോഷത്തോടെ പാട്ട് പാടും. രാത്രിയിൽ ദൈവിക സന്തോഷവും സമാധാനം അനുഭവിക്കുവാൻ കർത്താവ് കൃപ നൽകുന്ന ദൈവജനത്തെ ഓർത്ത് ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ആത്മാർത്ഥമായി പറയാൻ ഞാനത് അനുഭവിക്കുന്നു. എന്റെ അനുഭവമാണ് എന്റെ പ്രസംഗം. അനുഭവിക്കാത്ത കാര്യങ്ങൾ എനിക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ല. ഈ പ്രത്യേക സ്ഥിതി ഞാൻ വളരെ സന്തോഷം അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് കൈയടിക്കുമ്പോഴല്ല വെളിപ്പെടുന്നത്, സഭാഹോളിൽ അല്ല വെളിപ്പെടേണ്ടത്. ഒറ്റ സാഹചര്യത്തിൽ അഭിഷേകം വെളിപ്പെടണം. എവിടെയാണ് വെളിപ്പെട്ടത്? ആൾക്കൂട്ടത്തിനിടയിലല്ല, ആൾക്കൂട്ടത്തിൽ വെച്ച് അഭിഷേകം ചെയ്തത്. പക്ഷെ അഭിഷേകത്തിന്റെ കരുത്ത് വെളിപ്പെട്ടത് ആമേ ശത്രു നിൽക്കുന്നവർ വന്നപ്പോഴാണ്. സ്തോത്രം. ഗോലിയാത്ത് വെളിപ്പെട്ടപ്പോൾ, കരടി വന്നപ്പോൾ, സിംഹം വന്നപ്പോൾ അവന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. സ്തോത്രം. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന് പറഞ്ഞ അബ്രായ ബാലന്മാരുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ കരുത്ത് വെളിപ്പെട്ടത് എപ്പോഴാ? എല്ലാവരും കൈയടിക്കുന്ന ചൂട് വർദ്ധിച്ചപ്പോൾ. ഹല്ലേലൂയ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ നാളെ വരാം. പക്ഷെ അതൊന്നും നിങ്ങളെ തകർത്ത് കളയത്തില്ല. അതിനുള്ള ഹൃദയമായി സംസാരിക്കാൻ, മറ്റുള്ളവർക്ക് ധൈര്യം പകരുവാൻ കാത്തു നിങ്ങളെ ശക്തീകരിക്കുകയാണ്. സ്തോത്രം. യെഹസ്കേൽ അവരെല്ലാം വിളിച്ചുകൂട്ടി ഹൃദ്യമായി സംസാരിച്ചു. നിങ്ങൾ ഉറപ്പുള്ളവരാക്, ധൈര്യമുള്ളവരാക്. അശ്ശൂർ രാജാവിനെയോ അവന്റെ സൈന്യത്തെയോ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭ്രമിക്കണ്ട. അവരോട് കൂടെ ഉള്ളതിലും അവരോട് കൂടെ നമ്മോട് കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. കണ്ടോ? യെഹസ്കേൽ പറഞ്ഞു കേട്ടോ, അശ്ശൂർ രാജാവിനോടുള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. 1 യോഹന്നാൻ 4:4 പറഞ്ഞത്, one who is in you is greater than that the one who is in the world. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. സ്തോത്രം. വലിയ പ്രശ്നങ്ങളുണ്ടല്ലേ, പ്രശ്നങ്ങളെല്ലാം പേരുണ്ടല്ലേ, അതിനേക്കാൾ വലിയൊരു യേശു നമ്മുടെ അകത്തുള്ളത്. ലോകത്തുള്ളതിനേക്കാൾ വലിയവൻ നിങ്ങളുടെ അകത്തുണ്ട്. ക്യാൻസറിനേക്കാൾ, ജപ്തി നോട്ടീസിനേക്കാൾ, കടഭാരത്തേക്കാൾ, സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ, മാരക രോഗത്തേക്കാൾ വലിയ യേശു നിന്റെ അകത്തുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏത് പ്രതിസന്ധി വന്നാലും നീ ഭയപ്പെടത്തില്ല, നീ ഭ്രമിക്കത്തില്ല. വിശ്വസോടെ പറയാം, ഈ പ്രതിസന്ധിക്ക് ഒരു പേരുണ്ടല്ലേ, പക്ഷെ ആ പേരിനോടെല്ലാം എനിക്ക് പകരം നൽകാൻ ഒറ്റ പേരേ ഉള്ളൂ. ആ നാമം യേശു എന്ന നാമ. ആ നാമത്തിന് മുമ്പിൽ എല്ലാം മുഴങ്കാലുകളും മടങ്ങും.
സ്തോത്രം. സകല ശക്തികളും നിഷ്പ്രഭമാകുന്ന ഒരൊറ്റ നാമം, അത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? അവരോട് കൂടെയുള്ളവൻ വലിയൊരുവൻ എന്നോട് കൂടെയുണ്ട്, എന്നോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുണ്ട് പറഞ്ഞു, പക്ഷെ നമുക്ക് പറയാം എന്നോട് കൂടെയുണ്ട്. അതെന്റെ ഉറപ്പാ. സ്തോത്രം. അതൊരു ഭക്തന്റെ ഏറ്റവും വലിയ ഉറപ്പാ. മറ്റുള്ളവർ പറയാൻ എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയാം എന്നോട് കൂടെ സകല ലോകത്തിനേക്കാളും സകല പ്രശ്നങ്ങളെക്കാളും വലിയൊരുവന്റെ കൂടെയുണ്ട്. അവന്റെ കരം പിടിച്ചേക്കുക, അവനെ വഴി നടത്തുകയാണ്. അവനാണ് ഓരോ നിമിഷവും എന്നെ നയിക്കുന്നത്. ഞാൻ ചുമ്മാ നടന്നു പോകുന്നതേ ഉള്ളൂ. അവൻ നയിക്കുന്ന പാത നടക്കുമ്പോൾ എന്റെ വഴിയിൽ, എന്റെ യാത്രയിൽ ലവലേശം ആശങ്ക, ഭയത്തിന് തെല്ലും സംഗതിയില്ല. കാരണം ഒരുവൻ എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹൃദ്യമായി സംസാരിക്കുക. അവനോട് കൂടെയുള്ളവരും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. അടുത്ത വാക്കാരെ ചിന്തിപ്പിച്ചത്, അവരോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. അവരോട് കൂടെയുള്ള വലിയ കിങ്കരന്മാരുണ്ട്, അല്ലെ? സൈന്യ തലവന്മാരുണ്ട്, പടക്കുതിരകളുണ്ട്, എല്ലാ ആയുധ കോപ്പുകളും നന്നായെടുത്ത് ഉപയോഗിക്കുവാൻ കരുത്തും ശേഷിയുമുള്ള എക്സ്പേർട്ടായിട്ടുള്ളവരുണ്ട്. പക്ഷെ അതൊക്കെ എന്താ? ഒരു നാനോ സെക്കൻഡ് മതി ഈ മാംസം ക്ഷയിച്ചു പോകുവാൻ. അകത്തേക്ക് വലിക്കുന്ന ശ്വാസം, പുറത്തേക്ക് വിടുന്ന ശ്വാസം തിരികെ എടുക്കണ്ടായെന്ന് കർത്താവ് തീരുമാനിച്ച ഈ മാംസഭുജത്തിന്റെ കരുത്ത്. വലിയ പവറുള്ളവരുണ്ട്, ആയോധനയിൽ അഭ്യസ്ത വിദ്യ ഉള്ള വലിയ കഴിവുള്ളവരുണ്ട്. പക്ഷേ അതൊക്കെ മാംസഭുജമാണ്, അതൊക്കെ മാംസഭുജമാണ്. യെഹസ്കേൽ പറയുക, അവരോട് കൂടെ മാംസഭുജമേ. എന്നാൽ നമ്മോട് കൂടെ ആരാണ്? നമ്മോട് കൂടെയോ നമ്മെ സഹായിക്കുവാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട്. ഓ ജീസസ്. രാത്രി എത്ര പേരുടെ അകം കത്തുന്നുണ്ട്? ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേരുടെ ഉള്ളത്തിൽ തുടിപ്പ് വരുന്നുണ്ട്? എന്നെ സഹായിക്കാൻ മാംസഭുജങ്ങളല്ല, എന്നെ സഹായിക്കാൻ ക്ഷയിച്ചു പോകുന്ന മസിൽ പവർ ഉള്ളവരല്ല, ലോകത്തിലെ സംഘടന പാഠവുമുള്ളവരല്ല, ഇൻഫ്ലുവൻസ് ചെലുത്തുവാൻ ശേഷിയല്ല. ആമേൻ. അതൊന്നും എന്നോടുകൂടെ ഇല്ലെങ്കിലും എന്നെ സഹായിക്കാൻ ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും ഒരൊറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച സർവശക്തൻ എന്നോട് കൂടെയുണ്ട്. അവൻ എന്നോട് കൂടെയുണ്ട്. അവൻ എന്നെ പറയാ, നമ്മെ സഹായിക്കുവാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും. നമ്മളല്ല പ്രിയ യുദ്ധം ചെയ്യാൻ പോകുന്നത്, നമ്മുടെ യുദ്ധങ്ങളെ യഹോവയാ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പുള്ളവരാക, നിങ്ങൾ ധൈര്യമുള്ളവരാക. പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രശ്നം നേരിടുമ്പോൾ, പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ നീ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരിക്കുക, ധൈര്യപ്പെടുക, സന്തോഷത്തിന്റെ വിശ്വാസത്തിന്റെ വാക്ക് പറ, ഭ്രമിപ്പിക്കുന്ന ഒരു കാര്യം പറയാതെ ഹൃദ്യമായി മറ്റുള്ളവരോട് സംസാരിക്കുക. കർത്താവ് യുദ്ധം ചെയ്യും, കർത്താവ് നിന്നോട് യുദ്ധം ചെയ്യും. വചനപ്രതി യുദ്ധം യഹോവയ്ക്കുള്ളത്. സ്വതന്ത്രം യുദ്ധം യഹോവയ്ക്കുള്ളതാണെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? പഴയ നിയമ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. യഹൂദ ആദ്യം പുറപ്പെടണം. എന്നാൽ യഹൂദയുടെ പ്രത്യേകത വാക്കിന്റെ സ്തുതി ആദ്യം പുറപ്പെടണം. പ്രശംസ. ഉടനെ ഫോൺ എടുത്ത് പ്രവാചകനെ വിളിക്കരുത്. സ്തോത്രം. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടോ എന്ന് അറിയാൻ ഒരാളെ വിളിക്കരുത്. ആദ്യം സ്തുതിക്കാൻ തയ്യാറാക്കുക. റൂമടയ്ക്ക, ഇരിക്കെ, അല്പനിമിഷം സ്തോത്രം ചെയ്യും. ദൈവം ചെയ്ത ഉപകാരങ്ങളോട് സ്തുതിക്ക, വിശ്വാസത്തിന്റെ വാക്ക് പറ. യുദ്ധം യഹോവ ചെയ്യും. യുദ്ധം യഹോവ ചെയ്യും. നമ്മെ സഹായിക്കുവാനും നമ്മെ പിടിക്കുവാനും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനും കൂടെ യഹോവയുണ്ട്. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രിയമുള്ളവരെ, യേശു വിശ്വസിച്ചപ്പോൾ പുറമെ പ്രകടമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ നമ്മുടെ മാറ്റങ്ങളെല്ലാം ഉള്ളിലാണ് സംഭവിച്ചത്. നമ്മുടെ അകത്ത് ലോകത്തിന് തരാൻ കഴിയാത്തൊരു ധൈര്യം, ലോകത്തിന് തരാൻ കഴിയാത്ത ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചോ, സാഹസികമായിട്ടുള്ള കായിക പ്രകടനങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയതിനേക്കാളും വലിയ
അവർക്കൊന്നും തരാൻ കഴിയാത്തൊരു ധൈര്യം വിശ്വസിച്ച ഒറ്റ കാരണത്തിൽ നമ്മുടെ അകത്ത് വന്നു. ആ വിശ്വാസം നമ്മുടെ കൈമുതലാണ്. ആ ധൈര്യം നമ്മുടെ കരുത്താണ്. ഈ ധൈര്യം ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഭക്തന്മാർ ധൈര്യത്തോടെ പറയും, എന്നോട് കൂടെ എന്റെ യേശുവുണ്ട്. ലോകത്തുള്ളവനേക്കാൾ വലിയവനോട് കൂടെയുണ്ട്. അവൻ എനിക്ക് വേണ്ടി യുദ്ധങ്ങളെ ചെയ്യും. അവൻ എനിക്കായി നടക്കും. എന്റെ കാലിടവാൻ അവൻ സമ്മതിക്കത്തില്ല. എന്റെ പാതയിലുള്ള സകല പതിയിരിക്കുന്ന അനർത്ഥങ്ങളെയും എന്റെ ജയോത്സവമായി അനുദിനവും നടത്തുവാൻ എന്റെ ദൈവം. ഇന്ന് രാത്രി അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന സകലരോടും പറയുന്നു, ഉറപ്പുള്ളവരാണ്, ധൈര്യമുള്ളവരാണ്, ഭ്രമിക്കരുത്. ലോകത്തുള്ള വലിയ ശേഷിയെ, വലിയ കരുത്തിനെ കണ്ട് ഭയക്കരുത്. പ്ലീസ്, നിങ്ങളകത്തുള്ള ധൈര്യം അധികം അനുദിനം വർദ്ധിക്കട്ടെ. വിശ്വാസത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ രാത്രി വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്, ഒരു വിടുതലായി തീരാൻ പോവുകയാണ്. ഇത് കേവലം ഒരു പ്രസംഗമായി നിങ്ങൾ കേട്ടിടരുത്. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ബോധ്യമുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ മുട്ടുമടക്കുക. ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കുന്നത് കൊണ്ട് പറ, കർത്താവേ, സംഭവിച്ചു, അയ്യോ എന്റെ മതിലുകൾ ഇടിഞ്ഞുപോയി, എന്റെ കോട്ടകൾ ഇടിഞ്ഞു പോയി എന്നെ രാത്രി പോക്കുവാൻ, എനിക്ക് നഷ്ടപ്പെട്ട ആ ബന്ധത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ, എന്റെ കഥ ധൈര്യം പകരണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകൾ ദൈവത്തിൽ അറിയട്ടെ. അടുത്ത നിമിഷം നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. മഹാബലമുള്ള ധൈര്യം നിങ്ങളുടെ അകത്ത് നിങ്ങളെ ജയോത്സവമായി നടത്താൻ വേണ്ടിയാണ്. പാത്രയില്ലാതെ ഇടറി പോകാതെ നിങ്ങളെ ധൈര്യശാലികളായി ധൈര്യം പകർന്നത്. നമുക്കൊരു രാത്രി ഒരുമിച്ച് നന്ദിയോടെ സ്തുതിക്കുന്നപ്പ ഈ രാത്രിയും അങ്ങനെയുള്ള ഹൃദ്യമായി ഇടപെട്ട ആലോചനകൾക്കായി സ്തോത്രം. ഈ വചനം കേട്ട സകലരുടെ മേലും ശക്തിയായി വ്യാപരിക്കട്ടെ. എല്ലാ കേടുപാടും, എല്ലാ ഇടിഞ്ഞ അവസ്ഥകളും പണിതുയർത്തി ധൈര്യത്തിന്റെ വാക്കുകൾ പറഞ്ഞ് വിശ്വാസത്തോടെ ചൂടുകൾ മുൻപോട്ട് വയ്ക്കുവാൻ ജനത്തിന് മേലും ശക്തി പകരണമേ. ആരുടെ ഉള്ളിൽ നിന്നും ഈ ധൈര്യം ക്ഷയിച്ചു പോകുവാൻ, ഇത് തള്ളിക്കളയുവാൻ കർത്താവ് ദൈവജനം ദൈവാത്മാവിന്റെ നിറവിൽ ശക്തിയുള്ളവരാകട്ടെ, കരുത്തുള്ളവരാകട്ടെ. ജനത്തെ ഞാൻ യേശുനാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഈ വചനം കേട്ടിരിക്കുന്ന സകലരുടെ ശക്തി വ്യാപരിക്കുമ്പോൾ ഇപ്പോൾ രോഗികൾ ആയിരിക്കുന്ന സകലരുടെ സൗഖ്യത്തിന്റെ ദിവ്യശക്തി വെളിപ്പെടട്ടെ. അത്ഭുതങ്ങളെ ചെയ്തതായി സ്തോത്രം. മനസ്സ് തകർന്ന് ക്ഷീണിച്ചു വിരിക്കുന്നവർക്ക് ആത്മീയ ജീവനും കരുത്തും പരിശുദ്ധാത്മ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു എഴുന്നേൽക്കുവാൻ, ഒരു പുതുശക്തിയോടെ കരുത്തോടെ എഴുന്നേൽക്കുവാൻ ജനത്തെ ശക്തീകരിക്കണം. സകല മഹത്വം വാങ്ങിക്ക്, എല്ലാ പുകഴ്ചകളും ആരാധനകളും വാങ്ങിക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. May God bless you all. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.